വെൽക്കം ടു 2024 ബ്രാൻഡ് യുവർസെൽഫ് എപ്പിസോഡ് 7. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ഹാഷ്ടാഗ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പോസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം നമ്മൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ടൈം, ഫ്രീക്വൻസി ആൻഡ് കൺസിസ്റ്റൻസി ആൻഡ് ഓൾസോ ദ ക്വാളിറ്റി ഓഫ് ദ കണ്ടന്റ്. ടൈം ഡിപ്പെൻഡ്സ് ഓൺ എ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായിരിക്കുന്ന ടൈമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ അകത്താണ് നമുക്ക് വേണ്ട എല്ലാ വിവരങ്ങളും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. കൺട്രീസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏതൊക്കെ രാജ്യത്തു നിന്നുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. നമ്മൾ ടൈം ഷിഫ്റ്റ് നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് UAE സൗദി അറേബ്യന്നൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം നോക്കിയിട്ട് വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് ഏജ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൻ്റെ അകത്ത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണെന്ന് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാം. ഇനി വീണ്ടും താഴേക്ക് പോകുന്ന സമയത്ത് മോർ ആക്റ്റീവ് ടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാം കാണിക്കുന്നുണ്ട് നമ്മുടെ ഓഡിയൻസ് ഏതൊക്കെ സമയത്താണ് നല്ല ആക്റ്റീവായിരിക്കുന്നതെന്ന്. ഈ ഒരു സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്ത് 6 PM എന്ന് പറഞ്ഞ സമയത്താണ് ആ ബാർ ഗ്രാഫ് മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് 6 മണിക്കാണ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 5 മണിക്ക് തന്നെ നമ്മുടെ കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തിക്കും. ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പുഷ് ചെയ്ത കണ്ടന്റ് ഇവാലുവേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ഒരു സമയമാണ്. ഇനി അടുത്ത 2 പോയിന്റ്സ് ആണ് ഫ്രീക്വൻസി ആൻഡ് കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് കണ്ടന്റ്. ആ 2 പോയിന്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.